ബഹുഭാര്യാത്വത്തെ ന്യായീകരിച്ചുകൊണ്ട് കേരളത്തിൽ മന്ത്രിമാർക്കും എംഎൽഎമാർക്കും എംപിമാർക്കുമടക്കം ഭാര്യമാർക്കു പുറമെ വൈഫ് ഇൻചാർജുമാരുമുണ്ടെന്ന് പറഞ്ഞ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതായി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി പറഞ്ഞത് വസ്തുതയല്ലേയെന്നും നിലവിലില്ലേയെന്നും അദ്ദേഹം ചോദിച്ചു. സമൂഹത്തെ ഉണർത്തുക എന്നതാണ് പ്രയോഗത്തിലൂടെ ഉദ്ദേശിച്ചതെന്നും നദ്വി കൂട്ടിച്ചേർത്തു. ആരും പൊക്കൂല എന്നുള്ളതും എത്രയാൾ പൊക്കും എന്നുള്ളതും വളരെ വ്യത്യസ്തമാണ്. ഭാഷ അറിയാത്തതുകൊണ്ടാണോ എന്തോ അറിയില്ല. എത്രയാൾ കൈപ്പൊക്കുന്ന ഞാൻ ചോദിച്ചത്. നിങ്ങളെ കൂട്ടപ്പെട്ട ചിലർ റിപ്പോർട്ട് ചെയ്ത് ആരും കൈപ്പൊക്കൂലാണ്. രണ്ടും ഒന്നല്ലല്ലോ. വാർത്താമാധ്യമക്കാരുടെ അടിസ്ഥാനപരമായ ബാധ്യത, ധാർമ്മിക ബാധ്യത സത്യം മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. വസ്തുതകൾ ആളുകൾ അറിയിച്ചു കൊടുക്കാനല്ല, നല്ല വസ്തുതകളെ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം, ചീത്ത കാര്യങ്ങൾ ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ ജനങ്ങൾക്കിടയിൽ അധാർമികത നടക്കുന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. എങ്ങനെ വരുന്ന തലമുറയെ അവനവന്റെ മക്കളെയെങ്കിലും അവനവന് സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും കഴിയുള്ളൂ. ഉമർ ഫൈസി മുഖത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് നദ്വി ഉന്നയിച്ചത്. ശിവപാർവതിയെ അധിക്ഷേപിച്ച ഉമർ ഫൈസിയാണ് തനിക്കെതിരെ പറയുന്നതെന്ന് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി പറഞ്ഞു. തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമം നടക്കുന്നുണ്ടെന്നും അതിൽ തനിക്ക് ഭയമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി ഞാൻ ആരെയെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കത് പൊള്ളും, വിഷയമാവും. 20-ാം നൂറ്റാണ്ടിൽ വരെ ശൈശവ വിവാഹം നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാനൊരാളെ വ്യക്തിപരമായി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അതെ, അത് കൊണ്ടുവരാൻ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പ്രസംഗിച്ചു എന്നാണ് ചിലർ, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ചിലർ കുപ്രചരണം നടത്തിയത്. ബഹുഭാര്യത്വം വീണ്ടും കൊണ്ടുവരണം, അത് പ്രോത്സാഹിപ്പിക്കണം, ശൈശവ വിവാഹം വീണ്ടും കൊണ്ടുവരണം, പ്രോത്സാഹിപ്പിക്കണം. ഞാൻ പറയാത്തതാണല്ലോ. ഞാൻ പറഞ്ഞ സെന്റൻസുകളിൽ, വാക്കുകളിൽ ആ അർത്ഥമുള്ള ഏതെങ്കിലും വാക്ക് നിങ്ങൾക്ക് പുനരുദ്ധരിക്കാവുന്നതാണ്. നമ്മൾ പലയിടത്തും ഉദ്ധരിച്ചു കാര്യങ്ങളൊക്കെ, വീണ്ടും ഉദ്ധരിക്കാം. താൻ EMSന്റെ ഉദാഹരണം പറഞ്ഞതാണ്. ദുനിയാവ് മുഴുവൻ പ്രതിഷേധിച്ചാലും ചരിത്ര സത്യം നിലനിൽക്കുമെന്നും നദ്വി വ്യക്തമാക്കി. പല മന്ത്രിമാർക്കും എംപിമാർക്കും MLAമാർക്കും ഭാര്യമാർക്ക് പുറമെ ഇൻചാർജ് ഭാര്യമാരുമുണ്ടെന്ന കോഴിക്കോട്ടെ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയുടെ പ്രസ്താവനയാണ് വിവാദമായിരുന്നത്. ഈ ചാനൽ ന്യൂസ്, തിരൂരങ്ങാടി. ശരിയായ വില, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ്. HUID സ്വർണ്ണാഭരണങ്ങൾ അതാത് ദിവസത്തെ ശരിയായ വിലയിൽ ഡെയിലി വെയർ, പാർട്ടി വെയർ എന്നിങ്ങനെ ഏത് ഡിസൈൻ തിരഞ്ഞെടുത്താലും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ, ഒരേ വില ഓരോ ഉപഭോക്താവിനും. ഡയമണ്ട്സ്, സ്റ്റോൺസ് ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ. എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ സ്വർണത്തിന് പുതിയ വില. കൃത്യമായ ബിൽ, വ്യക്തമായ വിവരങ്ങൾ. കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ്. എല്ലാ കസ്റ്റമേഴ്സിനും, എല്ലാ പർച്ചേസിലും, എല്ലാ ഷോറൂമുകളിലും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്.